Hello everyone, welcome to Super Tutor, your one-stop solution for everything related to online teaching. So far നമ്മൾ ഒരുപാട് ടീച്ചിങ് ടൂൾസും അതുപോലെ തന്നെ ഒരുപാട് കണ്ടന്റ്സും നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ വഴി നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ അല്ലെങ്കിൽ നമ്മൾ മുന്നേ പോസ്റ്റ് ചെയ്ത വീഡിയോ ഒക്കെ നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇന്ന് നമ്മൾ പുതിയൊരു ടൂളുമായിട്ടാണ് വന്നിട്ടുള്ളത്. പാഡ്ലെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂളാണ്. സോ ഇത് AI ഫീച്ചേഴ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് പുതുതായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വരുന്ന ഒരു ടൂളാണ്. അപ്പൊ നമുക്ക് പാഡ്ലെറ്റിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയാം. ഇപ്പൊ ഇത് ഈ ഒരു ഓൺലൈൻ ടീച്ചിങ് ചെയ്യുമ്പം അല്ലെങ്കിൽ ടീച്ചിങ് ചെയ്യുന്ന സമയത്ത് ഡിജിറ്റൽ ടൂൾസ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചിട്ട് നമ്മൾ പറയേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇന്നിപ്പം നമ്മളുടെ ന്യൂജൻ ആയിട്ടുള്ള സ്റ്റുഡൻസിനൊക്കെ കൂടുതലായിട്ട് ഇന്ററാക്റ്റീവ് ആയിട്ട് അവരുടെ മെത്തേഡിൽ ഗെയിമിഫിക്കേഷനോട് കൂടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു വേ ഓഫ് ലേണിങ്ങിലൂടെ കുറച്ചും കൂടെ ഇന്ററാക്റ്റീവ് ആയിട്ടൊക്കെ നമുക്ക് എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ ആ ഒരു പ്രോസസ്സ് എളുപ്പമാകും. അതിനു വേണ്ടിയിട്ടാണ് ടീച്ചേഴ്സ് ഇതുപോലുള്ള ടൂൾസ് ഒക്കെ കൂടുതലായിട്ട് നമ്മളുടെ ഈ ഒരു ലേണിംഗ് പ്രോസസ്സിൽ നമ്മളെ പഠനത്തിൽ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പാഡ്ലെറ്റ് ആണ്. പാഡ്ലെറ്റ് എന്ന് വളരെ സിമ്പിൾ ആയിട്ട് ഒരു ടൂളാണ്. വേറെ വലിയ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഞാൻ എന്തായാലും എൻ്റെ പാഡ്ലെറ്റിനെ കുറിച്ചിട്ടൊരു ഫുൾ ആയിട്ട് ഗോ ത്രൂ ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമാണ് പാഡ്ലെറ്റിനെ കുറിച്ച് തരുന്നത്. ഓക്കെ. സോ നമുക്ക് ഫർദർ ആയിട്ട് കുറെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് ഞാൻ മുഷിപ്പിക്കുന്നില്ല. പാഡ്ലെറ്റിലോട്ടേക്ക് പോവാം. ഓക്കെ. അപ്പം അതിനായിട്ട് പാഡ്ലെറ്റിലേക്ക് പോവാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് പാഡ്ലെറ്റ് എന്നുള്ളത് ടൈപ്പ് ചെയ്യാം. നമ്മളെ ക്രോം ടാബിൽ പാഡ്ലെറ്റ് എന്നുള്ളത് ടൈപ്പ് ചെയ്യാം. സി, കണ്ടില്ലേ? അപ്പൊ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് തന്നെ വരുന്ന ഈ ഒരു പാഡ്ലെറ്റ് വിഷ്വൽ ഈ ഒരു കാര്യമായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക. ആ ഒരു padlet.com എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിലോട്ടേക്കാണ് നമ്മൾ പോകേണ്ടത്. ഓക്കെ. ജസ്റ്റ് നമ്മൾ ഏത് ക്രോം ടാബ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ക്രോം ടാബ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു സെർച്ച് എഞ്ചിൻ യൂസ് ചെയ്തിട്ട് നമ്മൾ പാഡ്ലെറ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ആ ഒരു padlet.com എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റിലോട്ടേക്ക് പോകുന്നു. ആസ് യൂഷ്വൽ നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ അത് ലോഗിൻ ചെയ്യണം. അപ്പൊ ലോഗിൻ ചെയ്യാനായിട്ട് ഞാൻ ജസ്റ്റ് ഇപ്പൊ സൈൻ അപ്പ് ഫ്രീ എന്നുള്ള ഒരു ഓപ്ഷൻ ഫസ്റ്റ് ആ ഒരു ഇതിൽ തന്നെയാണ് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പൊ ഒബ്വിയസ്ലി നമ്മളോട് ചോദിക്കും നമ്മൾ ഏത് വെച്ചിട്ടാണ് എന്നുള്ളത്. അപ്പൊ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ തന്നെ ഗൂഗിൾ വെച്ചിട്ടാണ് ഞാൻ ചെയ്യാറ്. കാരണം അത് കുറച്ചും കൂടെ നമുക്ക് ഈസിലി ഈ ഒരു സൈൻ അപ്പ് പ്രോസസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഞാൻ കണ്ടിന്യൂ അല്ലെങ്കിൽ സൈൻ അപ്പ് വിത്ത് ഗൂഗിൾ എന്നുള്ള ഇതിലാണ്. ഇതിൽ ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോ ഗൂഗിൾ ആണ് ചൂസ് ചെയ്യുന്നത്. സോ ഡയറക്റ്റ് നമ്മൾ ഗൂഗിളിലോട്ടേക്ക് പോകും. അപ്പൊ ഇവിടെ രണ്ടെണ്ണം ഉള്ളത് കൊണ്ട് ഞാൻ എൻ്റെ ഇവിടുത്തെ അക്കൗണ്ട് തന്നെ ഈ ഒരു അക്കൗണ്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു. ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുന്നു. ഓക്കെ. കണ്ടിന്യൂ കൊടുക്കുന്ന സമയത്ത് നമ്മളോട് ചോദിക്കും നമ്മൾ ആരാണ് എന്നുള്ളത്. അപ്പം അവര് ഇത് ഒരു സ്റ്റുഡന്റ് പെർസ്പെക്റ്റീവില് അല്ലെങ്കിൽ ഒരു ടീച്ചർ പെർസ്പെക്റ്റീവില് അങ്ങനെയൊക്കെ ഒരുപാട് മോഡുകൾ ഉണ്ട്. അപ്പൊ നമ്മൾ അറിയാവുന്ന പോലെ നമ്മൾ ടീച്ചർ എന്നുള്ളത് തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിന് പ്രീമിയം വേർഷൻസ് അവൈലബിൾ ആണ് കേട്ടോ. പ്രീമിയം വേർഷൻസ് ഉണ്ട്. ബട്ട് നമ്മളിപ്പം സൈൻ അപ്പ് ഫോർ ഫ്രീ എന്നുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് ക്ലിക്ക് ചെയ്യുന്നത്. കാരണം നമുക്ക് പെയ്ഡ് വേർഷൻ എടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഫ്രീ വേർഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 3 പാഡ്ലെറ്റ് അറ്റ് എ ടൈമിൽ ഉണ്ടാക്കാൻ പറ്റും. പാഡ്ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ ബുള്ളറ്റിംഗ് ബോർഡാണ്. ഓക്കെ. ഒരു ഡിജിറ്റൽ ബുള്ളറ്റിംഗ് ബോർഡായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ലെസൺ പ്ലാനിങ് ഉണ്ടാക്കാം. അങ്ങനെ ഒരുപാട് ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിജിറ്റൽ ടൂൾ ആണത് കേട്ടോ. അപ്പോൾ സിംപ്ലി നമുക്കൊരു കോമൺ നെയിം ഇട്ട് കോമൺ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡിജിറ്റൽ ബുള്ളറ്റിംഗ് ബോർഡ് എന്നുള്ള രീതി നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, റെഫർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. അപ്പം ഇതില് നിങ്ങൾക്ക് 3 പാഡ്ലെറ്റ് വരെ ഉണ്ടാക്കാൻ പറ്റും ഫ്രീ ആയിട്ട്. പക്ഷെ 3 പാഡ്ലെറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൺസ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും പാഡ്ലെറ്റുകൾ ഉണ്ടാക്കാം. സോ നമുക്ക് എന്ത് ചെയ്യേണ്ട, പ്രീമിയം വേർഷൻ യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം തൽക്കാലം ഇല്ല. നിങ്ങൾ ഫോർ ഫ്രീ എന്നുള്ള രീതിയിൽ തന്നെ ഫസ്റ്റ് ഗോ ത്രൂ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പ്രീമിയം ചൂസ് ചെയ്താൽ മതി. ഓക്കെ. ഞാൻ പ്രീമിയം യൂസ് ചെയ്യാൻ പറയില്ല. അത് ഓരോരുത്തരുടെ യൂസ്ഫുൾ അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യാം. അപ്പൊ ഇതായിരിക്കും നമ്മളെ ഇന്റർഫേസ് ഉണ്ടായിരിക്കുക. അപ്പൊ ഇവിടെ നമുക്ക് ഹോം ഉണ്ട്. ഹോമിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. റീസെന്റ് ആയിട്ട് നമ്മൾ ഏതെങ്കിലും പാഡ്ലെറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഹോമിൽ തന്നെ കാണാൻ പറ്റും. പിന്നെ ഗാലറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഗാലറി പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എന്ത് ചെയ്യാൻ പറ്റും, എന്താണ് ടെംപ്ലേറ്റ്സുകൾ കാണാൻ പറ്റും. ഒരുപാട് ടെംപ്ലേറ്റ്സുകൾ ഉണ്ട് ഇവിടെ കണ്ടോ.
എ ആർട്ട് സ്റ്റുഡിയോ, ബ്ലോഗ് എന്നൊക്കെ, ബ്രെയിൻ സ്റ്റോമിംഗ്, അങ്ങനെ ഒരുപാട് ടൂൾസുകൾ ഇവിടെ അവൈലബിൾ, ഐ മീൻ ടെംപ്ലേറ്റ്സുകൾ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ലേൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്. ഇതിൽ നമുക്ക് ഇതിനെ കുറിച്ചിട്ട് കുറച്ചും കൂടി ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലൊക്കെ കറക്റ്റ് ആയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ലേൺ എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു തരുന്നുണ്ട്. പാഡ്ലൈറ്റ് എങ്ങനെ പേഴ്സണലൈസ് ചെയ്യാം, പിന്നെ ഡിഫറെന്റ് തിങ് എങ്ങനെ പോസ്റ്റ് ചെയ്യാം, ഫീഡ്ബാക്ക് എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഓർഗനൈസ് യുവർ പോസ്റ്റ്, എവറിത്തിങ് എൽസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഇത് കറക്റ്റ് ആയിട്ട് ഈ ഒരു കാര്യങ്ങൾ വളരെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറയുന്നുള്ളൂ. അത് നിങ്ങൾ ഗോ ത്രൂ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടിപൊളിയായിട്ട് നല്ല രീതിയിൽ പാഡ്ലെറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അഡീഷണൽ ആയിട്ട് കുറച്ചും കൂടെ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ ഓരോ വീഡിയോസ് നിങ്ങളൊന്ന് എങ്ങനെയാ ചെയ്യുന്നത് എന്നുള്ളതൊന്ന് ഗോ ത്രൂ ചെയ്ത് നോക്കാം. ഓക്കെ, അത് ഫർദർ ആയിട്ട് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ നമ്മളിപ്പം ഹോമിൽ പോവാണ്. സോ നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു പാഡ്ലെറ്റ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സി, ഗ്ലോബൽ വാർമിംഗ് എന്നുള്ള രീതിയിൽ ഒരു പാഡ്ലെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ നമ്മളിപ്പോ ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്യുന്ന സമയത്ത് മേക്ക് എ പാഡ്ലെറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം നമ്മൾ. ഓക്കെ, മേക്ക് എ പാഡ്ലെറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും വരുന്നുണ്ടായിരിക്കും. അതിൽ ബ്ലാങ്ക് ബോർഡും ഉണ്ട്, നമുക്ക് ബ്ലാങ്ക് ആയിട്ട് നമുക്ക് എന്ത് കാര്യം വേണമെന്നുണ്ടെങ്കിലും പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്കഷൻ, ലെസൺ പ്ലാൻ എന്നൊരു ഒരുപാട് കാര്യമുണ്ട്. ഇതിൽ എനിക്ക് ടൈം ലൈൻ അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. മാപ്പ് ഓഫ് ഹിസ്റ്ററി ഇവന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിലുണ്ട്. നിങ്ങളൊക്കെ അതൊന്ന് ഗോ ത്രൂ ചെയ്ത് നോക്കുക. ഞാനിപ്പം ജസ്റ്റ് ഞാനൊരു ബ്ലാങ്ക് ആയിട്ടുള്ള ബോർഡ് എടുത്തിട്ട് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫോ തരാം. ഓക്കെ, ഇപ്പൊ ഞാൻ ഓൾറെഡി ഇവിടെ ഒരു പാഡ്ലെറ്റിന്റെ ഇത് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ ആയിരിക്കും ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ബോർഡ് ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ പേര് കൊടുക്കാം നമുക്ക്. അപ്പം എന്ത് പേരാണെന്ന് ഞാൻ ഓൾറെഡി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു പാഡ്ലെറ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പൊ കുറച്ചും കൂടെ നിങ്ങൾക്ക് അതിനെ കുറിച്ചിട്ടൊരു ഐഡിയ കിട്ടും. ഹോമിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുള്ള ഇതിപ്പോ ഞാൻ ഇപ്പൊ ഉണ്ടാക്കിയിട്ടുള്ള പാഡ്ലെറ്റ് ആണ് കേട്ടോ. ഞാൻ ഗ്ലോബൽ വാർമിംഗ് എന്നുള്ള രീതിയിൽ ഞാനൊരു പാഡ്ലെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. സി, ഇതാണ് പോസ്റ്റ്, എന്റെ ഡിഫറെന്റ് പോസ്റ്റുകൾ. അപ്പം വൈ ഗ്ലോബൽ വാർമിംഗ് ഹോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് നമ്മളുടെ കൺസെപ്റ്റ് ഉണ്ടല്ലോ, നമ്മളുടെ എന്താണോ നമ്മൾ ടീച്ച് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിപ്പിക്കുന്നത്, ആ കാര്യത്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ നമുക്ക് ഇവിടെ ഇടാൻ വേണ്ടി പറ്റും. അപ്പൊ ജസ്റ്റ് ഇത് അവിടെ ഇങ്ങനെ ക്രിയേറ്റ് എന്നുള്ള ഈ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറ്റും, ഇവിടെ നെയിം കൊടുക്കാൻ പറ്റും. ഇത് അറ്റാച്ച് ചെയ്തിട്ട് വീഡിയോസോ ഫോട്ടോസോ ലിങ്ക്സോ ബാക്കി എന്താ കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് പബ്ലിഷ് എന്ന് വരും. പബ്ലിഷ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് ഒരു ഒരു റാൻഡം ആയിട്ട് ഇത് ഇതാക്കിയിട്ട് ഞാൻ ഇവിടെ പബ്ലിഷ് ചെയ്യുന്നു, കണ്ടോ. അപ്പൊ ഇവിടെ ഇങ്ങനെ പബ്ലിഷ് കിട്ടും. നമുക്ക് ഇത് എന്ത് ചെയ്യാം, സ്റ്റുഡൻസിന് അയച്ചു കൊടുക്കാം. സ്റ്റുഡൻസിന് ഇത് കമന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സ്റ്റുഡൻസിന് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ അവരുടേതായിട്ടുള്ള ഫൈൻഡിങ്സ് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഇടാൻ വേണ്ടി പറ്റും. ഓക്കെ, ജസ്റ്റ് ഇവിടെ ഈ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാഡ്ലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം ഇവിടെ നമ്മളൊരു ബ്ലാങ്ക് പാഡ്ലെറ്റ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ നമുക്ക് അതിന് എന്ത് ഒരു പേര് കൊടുക്കണം. അപ്പൊ നമ്മളിപ്പം എന്തെങ്കിലും, ഞാനിപ്പോ ഒരു XYZ എന്നുള്ള ഒരു പേര് ജസ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ. ഞാനിപ്പം ഒരു കോമൺ ആയിട്ടുള്ള XYZ എന്നുള്ള ഒരു ഓപ്ഷൻ, ഒരു പേര് കൊടുക്കുകയാണ്. XYZ, എന്റെ വൈക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. എനിവേസ് XZ എന്ന് തന്നെ കൊടുക്കാം. പിന്നെ ഇതിപ്പോ വാൾ ആണ് ഞാൻ ഉണ്ടാക്കിയിട്ട്. ഇവിടെ കുറെ ഓപ്ഷൻസ് കണ്ടോ, ഇവിടെ കുറെ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇതൊരു വാൾ ഉണ്ട്, കോളം ഉണ്ട്, ഗ്രിഡ് ഉണ്ട്, ടേബിൾ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാൾ എന്ന് പറയുന്നത് ഈ ഒരു ഐക്കണിൽ കാണുന്ന പോലെ തന്നെ വാൾ എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും അത് വരുന്നുണ്ടായിരിക്കും. കോളം എന്ന് പറയുമ്പോൾ കോളം ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഗ്രിഡ്, ടേബിള്, അതൊക്കെ ആ ടൈം ലൈൻ സ്ട്രീം എന്നൊക്കെ മാപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ നമ്മളിപ്പം ടേബിൾ എടുക്കുവാണെന്നുണ്ടെങ്കിൽ അപ്പൊ ടേബിളിന്റെ ആ ഒരു ഇത് എടുത്തിട്ട് ഡണ്ണ് കൊടുക്കുക. അപ്പൊ ടേബിൾ നമ്മളിപ്പം ഒരു പുതുതായിട്ടൊരു ഒരു 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 പാഡ്ലെറ്റ് ഉണ്ടാക്കുകയാണ്. ഞാൻ ജസ്റ്റ് ABCD എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്, പബ്ലിഷ് കൊടുത്തിട്ടുണ്ട്. സോ നമുക്കത് ആ ഒരു ടേബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മളെ കണ്ടന്റ് ഇതാണ്, ABCD എന്നുള്ളത് ഇതാണ്. ഇതിൽ എന്തെങ്കിലും അറ്റാച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് നമുക്ക് വേറെ
എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ബോഡി ഇവിടെ എന്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടൈപ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. അപ്പൊ അത് കുറച്ചും കൂടെ ഇന്ററാക്റ്റീവ് ആണ്. ഈ കാര്യം നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാൻ പറ്റും. ദാ ഇവിടെ ഈ ഷെയർ ബട്ടണിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഇവിടെ നിന്ന് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. ഇൻവൈറ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കോപ്പി ക്ലിക്ക് ബോർഡ് ഈ ഒരു ലിങ്ക് കോപ്പി ചെയ്തിട്ട് നമ്മൾ ഇത് എന്താണ് വേറൊരു ഇതിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്, ജസ്റ്റ് പേസ്റ്റ് ചെയ്യുവാണ് ഞാൻ കേട്ടോ. വേറൊരു അക്കൗണ്ടിൽ പോയിട്ട് ജസ്റ്റ് പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റുഡന്റിന് എന്തായിരിക്കും, ഇങ്ങനെയായിരിക്കും കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പൊ ഞാനിപ്പോ ഒരു സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, കമന്റ് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഇവിടെ എന്തെങ്കിലും കാര്യങ്ങൾ എന്താ കമന്റ് ചെയ്ത്, അപ്പൊ എന്റേത് ഷബീബ കേസി എന്നുള്ള രീതിയിൽ ഞാൻ ഈ ഒരു അക്കൗണ്ടിൽ നിന്നാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ ഇങ്ങനെ സ്റ്റുഡന്റ് താഴെ 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 അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാറ്റഗറൈസ് ചെയ്യാനും ഉള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറ്റും. സോ കുറച്ചും കൂടെ ഇന്ററാക്റ്റീവ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ടീച്ചിങ്ങിനെ മാറ്റാൻ വേണ്ടി പറ്റും. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഒരു ബ്ലാങ്ക് ക്യാൻവാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പൊ ആ ഓപ്ഷൻസ് എല്ലാം നിങ്ങൾ ഗോ ത്രൂ ചെയ്ത് നോക്കുക. കാരണം എല്ലാം ഗോ ത്രൂ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് വീഡിയോ കുറച്ചും കൂടെ ലെങ്തി ആയി പോകും. ബട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനൊരു പേര് കൊടുക്കുക. ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക, ജസ്റ്റ് ഡൺ ഒന്ന് കൊടുത്താൽ മതി. ഓക്കെ. ഇപ്പൊ നമ്മളിപ്പോ ഉണ്ടാക്കിയിട്ടുള്ള ഇവിടെ നമുക്ക് ഫർദർ ആയിട്ട് സെറ്റിംഗ്സിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹെഡിങ് എന്നുള്ള ഒരു ഓപ്ഷൻ. ഇതോടെ നമ്മൾ ഏതാണോ ഹെഡിങ് അത് കൊടുക്കാം. നമുക്ക് അത് സ്കീം കളർ ഒക്കെ മാറ്റാം. വാൾപേപ്പർ മാറ്റണമെങ്കിൽ മാറ്റാം കേട്ടോ. ഇവിടെ ഒരുപാട് വാൾപേപ്പറിന്റെ ഓപ്ഷൻ അവർ തരുന്നുണ്ട്. അതിൽ ഏതെങ്കിലും വാൾപേപ്പർ ഒക്കെ നിങ്ങൾക്ക് മാറ്റി യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. ഡാർക്ക് ഓർ ലൈറ്റ് ആക്കാം, നമുക്ക് ലൈറ്റ് തന്നെ ചൂസ് ചെയ്യാം. അതൊക്കെ നമ്മളെ ഇഷ്ടമാണ്. ഫോണ്ട് ചൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ എന്താണ് സോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ്, കമന്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. ഇപ്പൊ ഇവിടെ കമന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ കമന്റ് ഓപ്ഷനിൽ ഇമോജി ആണ് കൊടുക്കുക. ഇമോജി അവർക്ക് എന്താണോ, ചില ആൾക്കാർക്ക് ലൈക്ക് കൊടുക്കുന്നത് കാണാം. സോ നമ്മൾ ഏത് പോസ്റ്റ് ആണ്, എന്ത് പോസ്റ്റ് ആണോ ഇടുന്നത് അവിടെ നമ്മൾ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ലൈക്കിന്റെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. സോ ലൈക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ കിട്ടുന്നുണ്ടായിരിക്കും. വോട്ട്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏതാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം, സേവ് കൊടുക്കാം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ മോഡറേറ്റ് കോണ്ടന്റ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ്. അതൊന്നും വലിയ ഇതിലുള്ള കാര്യമല്ല. അപ്പിയറൻസ് ഉണ്ട്, അതുപോലെ തന്നെ ലേ ഔട്ട്, ഇതൊക്കെ ഓപ്ഷണൽ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. പോസ്റ്റ് കോണ്ടന്റ്, അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ. അപ്പൊ ഇതിലൊന്നും നമ്മൾ കൂടുതലായിട്ട് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. സെറ്റിംഗ്സ് ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഓക്കെ. നമുക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഷെയർ കൊടുക്കുക. ഈ ഷെയർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴത്ത് കോപ്പി ലിങ്ക് ടു ബോർഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അത് എന്ത് ചെയ്യുക, സ്റ്റുഡന്റിന് അയച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റിലോ അല്ലെങ്കിൽ സൂമിലോ നമ്മൾ ഏതിലാണോ നമ്മൾ ക്ലാസ് എടുക്കുന്നത് അതിലോട്ടേക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ എന്തായിരിക്കും, ക്ലാസ് കുറച്ചും കൂടെ ഇന്ററാക്റ്റീവ് ആയിരിക്കും. നമ്മളിപ്പം സ്കൂളിൽ നമ്മൾ ഗൂഗിൾ മീറ്റ് ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അല്ലെങ്കിൽ കുട്ടികൾക്ക് ബോർ അടിക്കും എന്നുള്ളത് പറയാം. അവരെ ഈ ഒരു ലേണിംഗ് പ്രോസസ്സിൽ, ഈ പഠനത്തിന്റെ ആ ഒരു പ്രോസസ്സിലോട്ടേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ, അവരുടെ തിങ്കിങ്, അവരുടെ തോട്ട്സ്, അല്ലെങ്കിൽ അവരെന്താണ് ആ ഒരു സ്പെസിഫിക് കാര്യവുമായിട്ട് അവർ ആലോചിക്കുന്നത്, അല്ലെങ്കിൽ എന്താ മനസ്സിലായത് എന്നുള്ളതൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈൻ ടീച്ചിങ് ആകുന്ന സമയത്ത് കമന്റ്സിലൂടെ അല്ലെങ്കിൽ വോയിസ് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുക, അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇങ്ങനെയാകുന്ന സമയത്ത് ഒരു ഡിഫറെന്റ് അപ്രോച്ച് ആണ് ഈ ടീച്ചർ സ്റ്റുഡൻസിലോട്ടേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. സോ ദാറ്റ് സ്റ്റുഡന്റിന് ഞാൻ പറഞ്ഞല്ലോ അവിടെ ക്ലിക്ക് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും, ഇവിടെ പോയിട്ട് സ്റ്റുഡന്റിന് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യാം, കമന്റ് ചെയ്യാം. അങ്ങനെയുള്ള ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. സോ ദാറ്റ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവും നമ്മുടെ ടീച്ചിങ് പ്രോസസ് എന്ന് പറയുന്നത്. സ്റ്റുഡൻസിനും ഇതെന്തായിരിക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഇങ്ങനെ ലൈക്ക്, കമന്റ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒക്കെ പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ അവരെ ആ ഒരു ലെവലിലോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഓക്കെ. സ്റ്റുഡൻസിനെ കുറച്ചും കൂടെ ബ്രെയിൻ സ്റ്റോം ചെയ്യാനും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഈ ഒരു പാഡ്ലെറ്റ് അടിപൊളിയാണ്. നിങ്ങൾ ഈ ഒരു പാഡ്ലെറ്റിൽ എന്താണോ നിങ്ങളുടെ ആവശ്യം അതനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്യുക, ഒരു പാഡ്ലെറ്റ് ഉണ്ടാക്കിയിട്ട് അത് ഷെയർ ചെയ്യുക സ്റ്റുഡന്റിന് ത്രൂ. നിങ്ങൾക്ക് വാട്സപ്പിൽ ഷെയർ, ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ മീറ്റിൽ ലൈവ് ആയിട്ടാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇങ്ങനെ ടാബിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പോസ്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ കുറിച്ചിട്ട് അവരുടെ തിങ്കിങ് എന്താണെന്നുള്ളത് എല്ലാവരോടും അവിടെ കമന്റ് ചെയ്യാൻ വേണ്ടി പറയാം, അവർക്ക് പോസ്റ്റ് ഇടാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറ്റും. ഓക്കെ. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുള്ളത്. ഇപ്പം ഇവിടെ നമ്മൾ ഒരു പാഡ്ലെറ്റ് ഇപ്പൊ ഗ്ലോബൽ വാർമിംഗ് എന്നുള്ള രീതിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ടോ, നമുക്ക് ലൈക്ക് കൊടുക്കാം, പിന്നെ ഇവിടെ ആഡ് കമന്റ് കൊടുക്കാം. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ അവരുടേതായിട്ടുള്ള ഇന്നത്തെ കാലത്തെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടെ കസ്റ്റമൈസ് ചെയ്യുന്ന രീതിയിൽ ലേണിങ്ങിനെ നമ്മൾ ഈ ഒരു അപ്രോച്ച് മാറ്റാം എന്നുള്ളതാണ്.
ഓക്കെ, ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു പാഡ്ലെറ്റിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടെന്നുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുകയാണ് കേട്ടോ. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഹോമിൽ തന്നെ പോവാണ്. ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പാഡ്ലെറ്റ് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് അറ്റ് എ ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റും, 3 പാഡ്ലെറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ അഡീഷണൽ ഒരു പാഡ്ലെറ്റ് ചെയ്യുന്ന സമയത്ത് അപ്ഗ്രേഡ് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പം എന്താണ്, നമുക്ക് അഡീഷണൽ ആയിട്ട് ഇപ്പൊ 3 എണ്ണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അഡീഷണൽ ഒന്നും കൂടെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇത് കഴിഞ്ഞതാണെന്നുണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യുക, നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ മൂവ് ടു ട്രാഷ് എന്നുള്ളതിൽ പോയി കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഡീഷണൽ പിന്നെ ഒരു പാഡ്ലെറ്റ് കൂടെ ഉണ്ടാക്കാം. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് അറ്റ് എ ടൈമിൽ 3 പാഡ്ലെറ്റ് ആണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. പക്ഷെ നമ്മൾ വൺസ് നമ്മൾ പാഡ്ലെറ്റ് ഉണ്ടാക്കി നമ്മൾ അത് കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ അത് ഉള്ള പാഡ്ലെറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് പിന്നെ ഉണ്ടാക്കാം. സോ നമുക്ക് സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഒരു പെയ്ഡ് പ്ലാന്റെ ഒരു ആവശ്യം ഇനീഷ്യലി ബേസിക് ലെവലിൽ ഉണ്ടാവില്ല. ഓക്കെ, യാ. അപ്പം ഇതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്, പാഡ്ലെറ്റ്. ആൻഡ് ഞാനിപ്പം ഇതിപ്പോ ഞാൻ ബ്ലാങ്ക് ബോർഡ് ആണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒരു ലെസൺ പ്ലാൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ലെസൺ പ്ലാൻ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. ക്ലിക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെയാണ്, ഇപ്പൊ ജസ്റ്റ് ഞാൻ ക്ലിക്ക് ചെയ്ത സമയത്ത് ഇവിടെ എന്തൊക്കെയാണ് ഏത് ചാപ്റ്റർ ആണ് അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റ് ആണ് ഏതാണെന്നുള്ളത് ചോദിക്കും. ഇത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിത്ത് എയുടെ സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ഒരു ലെസൺ പ്ലാൻ കറക്റ്റ് ആയിട്ട് അവർ ക്രിയേറ്റ് ചെയ്ത് തരും. ഇവിടെ ഒരു മാപ്പ് ഓഫ് ഹിസ്റ്റോറിക്കൽ, ഈ ഒരു കാര്യം അടിപൊളിയായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ നമുക്കിപ്പം എന്താണ്, ഇപ്പം വേൾഡ് വാർ ആണെന്ന് വിചാരിച്ചു. വേൾഡ് വാറിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു 8th സ്റ്റാൻഡേർഡ് 10th സ്റ്റാൻഡേർഡിലെ സ്റ്റുഡന്റിന് വേണ്ടിയിട്ട് ചെയ്യാണ്. ടോപ്പിക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. ഞാനിപ്പം തൽക്കാലം ടോപ്പിക് എന്നുള്ളത് ജസ്റ്റ് ഇവിടെ സബ്ജക്റ്റ് ജസ്റ്റ് എന്താണ് സോഷ്യൽ സയൻസ് എന്നുള്ള രീതിയിൽ കൊടുക്കാം കേട്ടോ. സോഷ്യൽ സയൻസിലല്ല ഇത് വരുന്നത്. സോഷ്യൽ സയൻസ് ആൻഡ് വേൾഡ് വാർ, പിന്നെന്താണ്, പിന്നെ ഇതൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. എസെൻഷ്യൽ ആയിട്ടുള്ളതിൽ പീരീഡ് വേണമെന്നുണ്ടെങ്കിലേ നിങ്ങൾക്ക് ഏതൊക്കെ പീരീഡിലാണ് എന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ജോമെട്രിക് ഫോക്കസ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അഡീഷണൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കൊടുക്കാം. ഞാൻ ഫോർ എക്സാമ്പിൾ ചെയ്യുന്നതായതുകൊണ്ട് ഇൻഡെപ്ത് ആയിട്ട് പോകുന്നില്ല. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എന്താണ് സ്പെസിഫിക് ആയിട്ട് വേണ്ടത്. ഇതൊക്കെ നിങ്ങൾ ചെയ്യാം, എന്നിട്ട് ക്രിയേറ്റ് കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് വെയിറ്റ് ചെയ്യണം. കാരണം അത് ഒരു മാപ്പിന്റെ രൂപത്തിലൊക്കെ ആക്കി വരണം എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചൊന്ന് പേഷ്യൻസോട് കൂടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഈ ഒരു AI എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബീറ്റ വേർഷൻ ഉണ്ടല്ലോ, ഈ വേർഷനിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു 1 minute 2 minute നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം, ഈ AI ഇത് മേക്ക് ചെയ്യാനുള്ള ടൈം നിങ്ങൾ കൊടുക്കണം. അഡീഷണലി നിങ്ങൾ എന്ത് ചെയ്യരുത്, അതിൽ പോയിട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് വേൾഡ് വാറിനെ കുറിച്ചിട്ട് ഒരു മാപ്പ് തന്നിട്ടുണ്ട്. See, ഇങ്ങനെ നമ്മൾ ഹിസ്റ്റോറിക്കൽ ഇൻഡിപെൻഡൻസ് ഡേ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൺസെപ്റ്റ് അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മാപ്പ് ഇൻക്ലൂഡ് ചെയ്തിട്ട് അവർക്ക് കുറച്ചും കൂടെ അവരുടേതായിട്ടുള്ള രീതിയിൽ ലൈവായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം. ഇപ്പൊ അതാ ഓരോന്നും കറക്റ്റ് ആയിട്ട് ഇവിടെ ഇങ്ങനെ ലൈൻ ചെയ്ത് വന്നിട്ടുണ്ട്. ഇവിടെ ഓരോ മാപ്പ് കാണുന്നില്ല, ഇവിടെ ഒരു ബട്ടൺ കാണുന്നില്ല. അതിൽ ക്ലിക്ക് ചെയ്ത് അത് എന്താണ് എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, അതിപ്പോ ഹാർബർ അറ്റാക്ക് എന്നുള്ളതാണ്. അപ്പം അത് എന്താണ്, അതിൽ ഓരോന്നും ക്ലിക്ക് ചെയ്യും. സി, ഓരോന്നും ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റുഡൻസ് എന്തായിരിക്കും കുറച്ചും കൂടെ നല്ല രീതിയിൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും അവർക്ക് പഠനത്തിൽ കൂടുതൽ അവരുടെ ഇന്ററാക്ഷനും ഇൻവോൾവ്മെന്റും കൂട്ടാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് സഹായിക്കും കേട്ടോ. സോ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ കാണിച്ചു തന്നതാണ്. നിങ്ങൾക്ക് അഡീഷണലി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അഡീഷണലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുകയും കൂടെ ചെയ്യാം കേട്ടോ. അപ്പൊ ഹിസ്റ്ററി ടീച്ചേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സോഷ്യൽ സയൻസ് ഒക്കെ എടുക്കുന്ന ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അത് ബോറിംഗ് ആക്കാതെ കുറച്ചും കൂടെ അവരുടേതായിട്ടുള്ള രീതിയിൽ നമുക്ക് ഇതിനൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഐ ഹോപ്പ് നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടെന്നുള്ളത്. ഇപ്പൊ ഞാൻ ഈ ഒരു വേൾഡ് വാർ ഇതിവിടെ വന്നിട്ടുണ്ട്. സോ നമ്മൾ റീസെന്റ് ചെയ്ത എല്ലാ പാരലറ്റിന്റെയും ഇതെന്തായിരിക്കും ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ആവശ്യമില്ലാത്തത് നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ട് അടുത്തത് ഒന്നും കൂടെ മേക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ഇതിപ്പോ എന്തായാലും ഞാൻ ഇവിടുന്ന് റിമൂവ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഒന്നും കൂടെ മേക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ ഒരുപാട് എണ്ണം ഉണ്ട്. ഞാനിപ്പോ മാപ്പ് ഓഫ് ഹിസ്റ്ററി ഇവന്റ്സ് എന്നുള്ളതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾ ഇതെല്ലാം ഞാൻ ഇത് each and every കാര്യങ്ങൾ ഞാൻ ഇവിടെ ഓരോന്ന് എടുത്ത് പഠിപ്പിക്കുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും. അതുകൊണ്ടാണ്. ബട്ട് ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ആസ് സിമ്പിൾ ആസ് ഇറ്റ് ഇസ്. ഓക്കെ, ഇത് അത്രയ്ക്ക് സിമ്പിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് കുറച്ച് ടൈം കൊടുക്കണം AI യൂസ് ചെയ്ത് ചെയ്യുന്ന സമയത്ത്. അല്ലെങ്കിൽ ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലാങ്ക് ബോർഡ് എടുത്തിട്ട് നിങ്ങൾ ചെയ്താലും മതി.
ഓക്കെ, ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു പാഡ്ലെറ്റ് ഇഷ്ടമായി എന്നുള്ളത്. പഠനം കുറച്ചും കൂടെ ഇന്ററാക്റ്റീവ് ആയിട്ട് കുറച്ചും കൂടെ സ്റ്റുഡൻസിന്റെ മെത്തേഡിൽ ആ ഒരു പ്രോസസ്സിനെ മാറ്റാൻ ആഗ്രഹിക്കുന്ന ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആകും. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു ഷോർട്ട് ആയിട്ടുള്ള ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കിട്ടിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഇതുപോലെയുള്ള ഫെർദർ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സൂപ്പർ ട്യൂട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു ചാനൽ വഴി നമ്മൾ തരുന്നതായിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിലോ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, സോ നമുക്ക് അൺടിൽ നെക്സ്റ്റ് ഒരു ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്, ബൈ.